ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ഇണങ്ങി ജീവിക്കണം എന്നതായിരുന്നു നമ്മുടെ ചർച്ച. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന നാം ചർച്ചയ്ക്ക് വിധേയമാക്കി. ഇനി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യ ഭർത്താക്കൾ അങ്ങോട്ടിങ്ങോട്ടും ഇണങ്ങി ജീവിക്കണമെന്ന ആയത്ത് വിവരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്ന ഒരു വചനമുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളയിൽ ഉദ്ധരിക്കുന്നു, ജിമാഉൽ മഅറൂഫി ബൈന സൗജൈൻ, പരസ്പരം നല്ല നിലയ്ക്ക് ഇണങ്ങി ജീവിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ നല്ല നില? അതിൻ്റെ ഉൾക്കൊള്ളുന്ന കാര്യമെന്ത്? ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല നിലയ്ക്ക് ഇണങ്ങി ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ത്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ കഫ്ഫു അനിൽ മക്റൂഹ്, വെറുപ്പുള്ള ഒന്നും തന്നെ ഭാര്യ ഭർത്താവിനോടും ചെയ്യരുത്, ഭർത്താവ് ഭാര്യയോടും ചെയ്യരുത്. അൽ കഫ്ഫു അനിൽ മക്റൂഹ്, വെറുപ്പുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. അവരടിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല, വാക്കുകൊണ്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല, ഹറാമാണ്. അടിക്കൽ ഹറാമാണ്. അതുപോലെ എന്തെല്ലാം ബുദ്ധിമുട്ടാക്കലുകളുണ്ടോ അതെല്ലാം ഹറാമാണ്. വയഫാഉൽ സാഹിബിൽ ഹഖ് മിനൽ മുഅന ഫി തലബിഹി മിൻ ഗൈരി ഇൽഹാരി കറാഹതി ഫി തഅദിയതി, ഹഖ് വീട്ടേണ്ട കടമകൾ ധാരാളമുണ്ട്. ഭാര്യ ഭർത്താവിന് വീട്ടേണ്ട കടമകളുണ്ട്, ഭർത്താവ് ഭാര്യയ്ക്ക് വീട്ടേണ്ട കടമകളുമുണ്ട്. അള്ളാഹു ഇണങ്ങി ജീവിക്കണമെന്ന് ഖുർആനിൽ പഠിപ്പിച്ചതിൻ്റെ അർത്ഥം അവര് പരസ്പരം വെറുപ്പില്ലാതെ ആ കടമകൾ വീട്ടിക്കൊടുക്കണം. ഭാര്യയ്ക്ക് അങ്ങോട്ട് വീട്ടുമ്പോൾ വെറുപ്പില്ലാതെ വീട്ടിക്കൊടുക്കണം ഭർത്താവ്. അതുപോലെ ഭർത്താവിന് ഭാര്യ വീട്ടേണ്ട കടമകൾ പണ്ടാറെടുക്കാൻ എന്ന നിലക്ക് ആവരുത്, മറിച്ച് സംതൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ കടമകൾ വീട്ടിക്കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ സംതൃപ്തമായ ജീവിതം നയിക്കണം ഇണകൾ തമ്മിൽ എന്നതാണ് ആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നതിൻ്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഫയ്യുഹുമാ മതല ബിതഖീരിഹി ഫമതലുൽ ഗനിയ്യി ദുൽമൻ. മഹാനവറുകൾ വീണ്ടും പറയുന്നു, ഭാര്യയാവട്ടെ ഭർത്താവട്ടെ വീട്ടേണ്ട കടമകൾ വീട്ടാതിരുന്നാൽ, ഇണങ്ങി ജീവിക്കുക എന്ന നിർബന്ധ കടമ ചെയ്യുന്നില്ലെങ്കിൽ, ആരാണോ അത് മുടക്കം നടത്തുന്നത് ചെയ്യുന്നത് അത് അക്രമമാണ്, അത് ദുൽമാണ്, അക്രമമാണ്. മഹാനവറുകളെ ഇനിയും ധാരാളം ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.